സംബന്ധിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് പൗലോസ് തിമോത്തിയോസിന് എഴുതി അറിയിക്കുന്നത്. ആ കാലത്തെ പശ്ചാത്തലം നോക്കിയാൽ ഓരോ ഭവനങ്ങളിലും അവരുടെ ജോലികൾ ചെയ്യുവാനായിട്ട് ദാസന്മാരെ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേലക്കാരെ ആക്കി വയ്ക്കുന്ന ഒരു സമ്പ്രദായം അന്നത്തെ കുടുംബ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അന്നത്തെ ഒരു കുടുംബ പശ്ചാത്തലം നോക്കിയാൽ അവരുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരും കൂടെ ആ ഭവനത്തിൽ ഉൾപ്പെട്ടവരാണ്. അവരെ മാറ്റി നിർത്തിയല്ല ഒരു കുടുംബം എന്ന് പറയുന്നത്. അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വേല ചെയ്യുന്ന വേലക്കാരെ കൂടെ ഉൾപ്പെടുത്തിയാണ് അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നിലനിന്നിരുന്നത്. ഇവിടെ പറയുകയാണ്, നുകത്തിൻ കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകലമാനത്തിനും യോഗ്യന്മാരെന്ന് എണ്ണേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ, ആ കുടുംബ പശ്ചാത്തലങ്ങളിൽ, അല്ലെ, ഇത് വിശ്വാസികളെ കുറിക്കുന്ന കുടുംബത്തെ കുറിച്ചാണല്ലോ. ഒരു സഭയിൽ കുടുംബമായി അംഗത്വമുള്ള ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിന് ഈ ഭാഗം എഴുതി അറിയിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിലുള്ള കുടുംബ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളും വിശ്വാസികളായിരിക്കുന്നത് പോലെ അവരുടെ വേല ചെയ്യുന്ന ആ വേലക്കാരും വിശ്വാസികളായിട്ടുള്ളവരുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുടുംബത്തെ കുറിച്ചുള്ളതായ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യന്മാരെന്ന് എണ്ണണം. അവര് ആരാധനയ്ക്ക് പോകുമ്പോൾ അവരെല്ലാവരും കൂടെയാ പോകുന്നത്. അവരുടെ കുടുംബാംഗങ്ങളിൽ ഉള്ളവരും അവിടെ ജോലി ചെയ്യുന്ന വേലക്കാർ ഉൾപ്പെടെയാണ് ആ സഭയിലെ അംഗങ്ങളായിട്ടിരിക്കുന്നത്. അപ്പോൾ യജമാനന്മാരുള്ളതായിരിക്കുന്ന ദാസന്മാർ എന്ത് ചെയ്യണം? യജമാനന്മാരെ സകല മാനത്തിനും യോഗ്യരെന്ന് എണ്ണണം. ഇവിടെ ദാസൻ എന്ന് നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം അടിമ എന്നാണ്. അടിമകൾ, പ്രത്യേകിച്ച് റോമൻ ഭരണകൂട കാലത്തുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ ലേഖനം അവർക്ക് എഴുതുന്നത്. അപ്പോൾ അന്നത്തെ ആ അടിമകൾ ജോലി ചെയ്യുന്ന ഭവനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, പൊതുവായിട്ട് പറയുക, പൊതുവായിട്ട് വിശ്വാസികളോടുള്ള ബന്ധത്തിലല്ല, പൊതുവായിട്ട് അങ്ങനെ അടിമകൾ ഓരോ ഭവനങ്ങളിലും ജോലി ചെയ്യുമ്പോൾ അവരുടെ യജമാനന്മാരെന്ത് ചെയ്യുമായിരുന്നു അറിയാമോ? മൃഗങ്ങളെ പോലെ അവരെ കൊണ്ട് വേല ചെയ്യിക്കുകയും അതുപോലെ അവരോട് അധികാരം കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മൃഗങ്ങൾ എങ്ങനെയോ അങ്ങനെയാണ് അടിമകളായ വേലക്കാരെ പൊതുവായിട്ട് അന്നത്തെ ജനം കണ്ടിരുന്നത്. ഏത് പണി ചെയ്യിക്കുന്നതിനും ഏത് ശിക്ഷ നൽകുന്നതിനും അന്ന് യജമാനന്മാർക്ക് ദാസന്മാരുടെ മേൽ അധികാരമുള്ള ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ പൗലോസ് ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന യജമാനന്മാരോടും അല്ലെങ്കിൽ ദാസന്മാരോടുമുള്ളതായ ബന്ധത്തിൽ ഇവിടെ അടിമകളെ അല്ലെങ്കിൽ ദാസന്മാരെ ഉദ്ദേശിച്ച് പറയുന്ന ഈ ഭാഗം നാം ശ്രദ്ധിച്ചാൽ അത് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിലും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ
ഇത് അർത്ഥം വരുന്ന കാര്യങ്ങൾ പൗലോസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദാസന്മാർ, അങ്ങനെ വിശ്വാസികളായ ദാസന്മാർ വിശ്വാസികളായിരിക്കുന്ന യജമാനന്മാരെ മാനിക്കണം എന്ന് പ്രത്യേകാൽ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നാൽ യജമാനൻ, വിശ്വാസിയായിരിക്കുന്ന യജമാനൻ അങ്ങനെ അവരെ മാനിച്ചാൽ, അങ്ങനെയുള്ള യജമാനന്മാർ എന്ത് ചെയ്യുമെന്നറിയാമോ? വളരെ ദയയോടുകൂടെ അവരോട് ഇടപെടണമെന്നും പൗലോസ് ഉദ്ദേശിക്കുകയാണ്. ഇതാണ് ഒരു ക്രിസ്തീയ തത്വം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരെയും വേർതിരിച്ച് കാണാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ അർത്ഥം. യജമാനനായാലും ഒരടിമയായാലും അവർ വിശ്വാസികളായി തീർന്നാൽ ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുപോലെ അവരോടൊരിക്കലും ദൈവദാസന്മാരോ ദൈവമക്കളോ എന്ത് ചെയ്യാൻ പാടില്ല? അവരോട് മുഖപക്ഷം കാണിപ്പാൻ പാടില്ല. ആ ഒരു ചിന്ത ഇതിനകത്ത് അന്തർലീനമായി കിടപ്പുണ്ട്. അപ്പോൾ യജമാനന്മാരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്നവരും അടിമകളോട് ദയയോടുകൂടെ ഇടപെട്ടാൽ ഈ അടിമകളായിരിക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ ദുഷ്ടത മാറ്റി, അവരുടെ അവിശ്വസ്തത മാറ്റി, അലസത മാറ്റി, മനഃപൂർവം ആത്മാർത്ഥമായി യജമാനന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യും? അവർ ജോലി ചെയ്യും എന്നാണ് പൗലോസ് കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം. ആ കാലത്ത് അടിമച്ചന്തകൾ നിലവിലിരുന്നു. അടിമച്ചന്ത എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ഇന്ന് കൊണ്ടുപോയി വിൽക്കുന്ന ചന്തകളെ പോലെ അടിമകളായി ജോലി ചെയ്യുന്ന അടിമകളെ കൊണ്ടുപോയി അങ്ങനെയുള്ള ചന്തയിൽ കൊണ്ടുപോയി അവരെ വിൽക്കുമായിരുന്നു. ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അടിമകളെ കൊണ്ടുപോയി ചന്തയിൽ നിർത്തിയാൽ മറ്റൊരു യജമാനൻ അവരെ വന്ന് വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു ജോലി ചെയ്യുവാൻ. അപ്പോൾ ഒരു കാര്യം നമുക്ക് രസകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ആ കാലത്തുള്ളതായിരിക്കുന്ന ക്രിസ്തീയ അടിമകൾക്ക് വളരെ ഈ അടിമച്ചന്ത പ്രിയമായിരുന്നു. കാരണം ക്രിസ്തീയ അടിമയാണ് ഈ ചന്തയിൽ നിൽക്കുന്നതെന്നറിഞ്ഞാൽ അവരെ കൂടുതൽ വില കൊടുത്ത് മറ്റ് യജമാനന്മാർ അവരെ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്താ കൂടുതൽ വില കൊടുത്ത് അവരെ വാങ്ങിക്കുന്നതിന്റെ കാരണം? അവര് വിശ്വസ്തരാണെന്ന് മറ്റ് യജമാനന്മാർക്ക് അറിയാം. എന്തുകൊണ്ടാണ് ഇവർ വിശ്വസ്തരായി നിൽക്കുന്നതിന്റെ കാരണം? അവർ ക്രിസ്ത്യാനികളായി തീർന്നത് കൊണ്ട്. അപ്പോൾ അവരുടെ ക്രിസ്തീയ ആ ഉപദേശപ്രകാരം അവരെന്ത് ചെയ്യത്തില്ല? ജോലി ചെയ്യുന്നതിൽ അവിശ്വസ്തത കാണിക്കത്തില്ല എന്ന് പൊതുവെ മറ്റ് യജമാനന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ കാലത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികളായ അടിമകൾക്ക് അടിമച്ചന്ത വലിയ പ്രിയമായിരുന്നു. ഞാൻ അതിന്റെ കാരണം പറഞ്ഞ് മനസ്സിലായല്ലോ. ഇവരെ ക്രിസ്തീയ അടിമകളാണെന്ന് മനസ്സിലായാൽ എത്ര വില കൊടുത്തും മറ്റ് യജമാനന്മാർ ഇവരെ എന്ത് ചെയ്യും? വില കൊടുത്ത് വാങ്ങിച്ച് അടിമകളാക്കി തന്റെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകും. അതിന്റെ കാരണം ഇതാ, ഇവർ ക്രിസ്ത്യാനിയായ ഒരു അടിമയാണെന്ന് അവർ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? അവർ വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടുകൂടെ ജോലി ചെയ്യുമെന്ന് മറ്റ് യജമാനന്മാർക്ക് അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യജമാനന്മാരോടുള്ള ബന്ധത്തിൽ അടിമകളെക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അതെ, നിങ്ങളുടെ യജമാനന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ മാനിക്കേണ്ടത് ആവശ്യമാണ്. അത് ക്രിസ്തീയ തത്വത്തിൽപ്പെട്ടതാണ് എന്ന് എഴുതി അറിയിക്കുകയാണ്.
യജമാനന്മാർക്ക് വിരോധമായി സമരം ചെയ്യണമെന്നല്ല പൗലോസ് പറഞ്ഞത്. നിങ്ങള് ഇൻകിലാബ് വിളിക്കണമെന്നല്ല പറഞ്ഞത്. അവരെ വിശ്വസ്തയോടെ നിങ്ങൾ സേവിക്കണമെന്നുള്ള നിർദ്ദേശമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. അതിന്റെ 2-ാം വാക്യം നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ടല്ലോ. അവിടെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇനിയാണ് കാണുന്നത്, യജമാനന്മാരുള്ളവർ അവരെ സഹോദരന്മാരെന്ന് വെച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരും ആകൊണ്ട് അവരെ വിശേഷാൽ സേവിക്കുക അത്രേ വേണ്ടത്. ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഒരു അടിമ വിശ്വാസിയായിരിക്കുന്ന യജമാനൻ അതൊരു പദവിയായിട്ട് വേണം അവൻ കരുതാൻ. കാരണം ആ യജമാനനിൽ നിന്നും വളരെ ദയ ഇവന് ലഭ്യമായി തീരും. മാത്രമല്ല, ഈ അടിമയായിരിക്കുന്ന വിശ്വാസി എന്ത് ചെയ്യും? വളരെ വിശ്വസ്തയോടെ യജമാനനെ സേവിക്കണമെന്നാണ് പൗലോസ് ആ കാര്യം പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, ക്രിസ്തീയ ഉപദേശത്തിന്റെ സവിശേഷത എത്ര അനുഗ്രഹിക്കപ്പെട്ട ഉപദേശമാണെന്ന് നോക്കിക്കേ. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മോടും സത്യവചനം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഉപദേശിക്കുന്നു എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. അങ്ങനെ യജമാനന്മാരുള്ള ദാസന്മാര് അല്ലെങ്കിൽ അടിമകൾ എങ്ങനെ വേണം അവരെ നിലകൊള്ളുവാൻ എന്ന് പറഞ്ഞ് 1-2 വാക്യങ്ങളിൽ പൗലോസ് നിർദ്ദേശം നൽകുകയാണ്. തിമോത്തിയോസ് ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇത് നീ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് തിമോത്തിയോസിനെ പൗലോസ് ഈ കാര്യങ്ങൾ അരമേൽപ്പിക്കുകയാണ്. ഇനി വീണ്ടും നാം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദുരുപദേഷ്ടന്മാരെ പറ്റി വീണ്ടും താന് ആ ഭാഗത്തേക്ക് തിരിയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. നേരത്തെ നമ്മൾ ചില അധ്യായങ്ങളിൽ ദുരുപദേശത്തെക്കുറിച്ചും ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുമുള്ളതായിരിക്കുന്ന പല ചിന്തകൾ ചിന്തിച്ചു വന്നതാണ്. വീണ്ടും പൗലോസ് ആ ഭാഗത്തേക്ക് ഇവിടെ തിരിയുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ടിടയാകും. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്ലീസ് ഒന്ന് വായിക്കാമോ? 3 മുതൽ 5 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിത്വത്വ ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവനൊന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ചണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, ഈ തിമോത്തിയോസിന്റെ ലേഖനം നാം പഠിച്ചപ്പോൾ തന്നെ നമുക്ക് പല ആവർത്തി വായിക്കുവാൻ സാധിച്ച അല്ലെങ്കിൽ കാണുവാൻ സാധിച്ച ഒരു പദമാണ് ഭക്തി എന്നുള്ളതായിരിക്കുന്ന പദം. ഭക്തി എന്നുള്ളതായിരിക്കുന്ന ആ കാര്യത്തിന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വളരെ പ്രാധാന്യത കൊടുത്ത് പൗലോസ് എഴുതുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇവിടെയും ആ ക്രിസ്തീയ ഭക്തിയെക്കുറിച്ചുള്ള പരാമർശം പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നതിനെ പറ്റി നമുക്ക് കാണുവാൻ കഴിയും. ആവർത്തിച്ച് ദൈവഭക്തിയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങൾ പൗലോസ് എഴുതി വന്ന കൂട്ടത്തിൽ ഇവിടെയും താന് ആ ഭക്തിയെ സംബന്ധിച്ച് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഇവിടെ താൻ ഉദ്ദേശിക്കുന്നത്, ഈ വാക്യങ്ങളിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത്, ദൈവത്തോടുള്ള ഭക്തി അല്ലെങ്കിൽ ദൈവഭക്തി ഒരിക്കലും ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഉപാധിയാക്കരുത്. എന്നാൽ ആ കാലത്ത് ചിലരെന്ത് ചെയ്തു? ദൈവഭക്തി എന്ന് പറയുന്നതായ ആ വിഷയം, ആ കാര്യം
ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ അത് ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതുന്നവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവഭക്തി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കച്ചവട ചരക്കായി മാറാൻ ഇടയാകരുത്. പൗലോസ് വളരെ ഗൗരവത്തോടുകൂടെ പ്രസ്താവിക്കുന്ന വിഷയമാണ്. നമുക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ ധനം വേണം. ധനമില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. അത്യാവശ്യമാണ്, അല്ലേ? നമ്മൾ തീർച്ചയായും ഒരു പെട്രോൾ പമ്പിൽ കയറി വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് ഞാൻ ഇന്ന സഭയിലെ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാതെ പോകാൻ അവർ സമ്മതിക്കൂ? ഒരു ബസ്സിൽ കയറിയിട്ട് ഞാനൊരു പാസ്റ്ററാണ്, സെൻട്രൽ പാസ്റ്ററാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാ, കാശ് കൊടുത്ത് ഇറങ്ങിപ്പോയാൽ മതി എന്ന് അവർ പറയും, ഇല്ലേ? ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ബില്ല് കൈ തരുമ്പോൾ ഞാൻ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ദൈവപൈതലാണ് എന്ന് പറഞ്ഞാൽ കടക്കാര് വിടുവോ? ഇല്ല. തീർച്ചയായും ഈ ലോകത്തിൽ ജീവിപ്പാൻ ധനം ആവശ്യമാണ്. എന്നാൽ പൗലോസ് ഈ വാക്യങ്ങളിൽ കൂടെ ഓർപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ദൈവഭക്തി എന്ന് പറയുന്നതായ ആ കാര്യം ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് പ്രത്യേകം പൗലോസ് എടുത്ത് പ്രസ്താവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഉപദേശങ്ങൾ തിരുത്തി, അല്ലെങ്കിൽ ഉപദേശത്തിൽ കൂട്ടിയേർത്ത്, അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ മുഖാന്തരം ഒരിക്കലും അത് ഈ ക്രിസ്തീയ മാർഗത്തിൽ തുടരാൻ പാടില്ല എന്ന് കർക്കശമായി പൗലോസ് ഇവിടെ ഉപദേശിക്കുകയാണ്. ദുരുപദേശക്കാരുടെ മിക്കവരുടെയും ലക്ഷ്യം എന്തെന്നറിയാമോ? ധനസമ്പാദനമാണ് അന്നും ഇന്നും. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പഥ്യ ഉപദേശമാണ് പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്. അത് ദൈവമക്കളെല്ലാവരും അത് വളരെ കരുതേണ്ടതായ ആവശ്യമുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചും അതിൻ്റെ നാശത്തെക്കുറിച്ചുമുള്ള കാര്യമാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തി. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ധനത്തിന്റെ കപടം എന്ന വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചത്, ദുരുപദേഷ്ടക്കന്മാരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? പണസമ്പാദനമാണ്. അപ്പോസ്തലൻ അതിൻ്റെ ആ വിപത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്, അത് മുഖാന്തരം ഉണ്ടാകുന്ന നാശത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് തുടർന്ന് ഞാൻ പറയുന്നതായ വാക്യങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാനും കഴിയുന്നതല്ല. ഈ വാക്യം നാം വായിക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന യോബ് പറഞ്ഞ ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുവാനായിട്ടിടയാണ്. എന്താണ് യോബ് പറഞ്ഞത്? നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു, നഗ്നനായി തന്നെ ഞാന് മടങ്ങിപ്പോകും എന്നാണ് ആര് പറഞ്ഞത്? ഭക്തനായിരിക്കുന്ന യോബ് പറയുവാനായിട്ടിടയായി. അതിനോട് ബന്ധപ്പെടുന്ന ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. ഈ ലോകത്തിലേക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നുകൊണ്ടും ഇവിടെ നിന്ന് പോകുകയില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത് അലംഭാവത്തോടെ വേണം ദൈവമക്കൾ ജീവിപ്പാൻ. അലംഭാവം എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിലും, ഉള്ള അവസ്ഥയിലായാലും ഇല്ലാത്ത അവസ്ഥയിലായാലും ഇല്ലായ്മയിലായാലും ദൈവമക്കൾ തൃപ്തിയോടെ ജീവിക്കണം എന്നുള്ള ഒരർത്ഥമാണ് അലംഭാവം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പൗലോസ് പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല,
ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയില്ല. ഒരുപക്ഷെ ഗ്രീക്ക് ചക്രവർത്തിയായിരിക്കുന്ന മഹാനായിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ജീവിതാന്ത്യത്തിൽ പറഞ്ഞതായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. ഗ്രീസിലെ ഫിലിപ്പ് രാജാവിന്റെ മകനായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി വളരെ ശക്തനായിരുന്നു. യുദ്ധത്തിൽ താന് വീരനായിരുന്നു. അനേക രാജ്യങ്ങൾ തൻ്റെ 33 വയസ്സിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തു? വെട്ടിപ്പിടിക്കുവാനായിട്ടിടയായി. തനിക്ക് ശീഘ്രഗതിയുള്ളതായിരിക്കുന്ന ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. അതായിരുന്നു തൻ്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഇന്ത്യ വരെയും അദ്ദേഹം രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച് എത്തിച്ചേരുവാനായിട്ടിടയായി. ഇന്ത്യയിൽ വന്ന ശേഷമാണ് അദ്ദേഹത്തിന് ഒരു പനി ഉണ്ടാകുകയും അങ്ങനെ മടങ്ങിപ്പോവുകയും ചെയ്ത ആ കാലത്താണ് അദ്ദേഹം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. വളരെ ചെറുപ്പത്തിൽ തന്നെ കടന്നുപോയി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അനേക ഡോക്ടേഴ്സ്, വൈദ്യന്മാര് അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ചികിത്സിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുവാൻ സാധിച്ചില്ല. അദ്ദേഹം മരിക്കുന്നതിന് മുൻപേ തനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവപ്പെട്ടിയിൽ എന്നെ കിടത്തുമ്പോൾ 2 വശങ്ങളിലേക്കും എന്റെ കൈകൾ അത് വെളിയിലേക്ക് ഇട്ടേക്കണം. എന്നെ അടക്കുവാൻ കൊണ്ടുപോകുമ്പോൾ മനുഷ്യനറിയണം ഞാൻ ഈ ലോകത്തിൽ വന്നു, അനേക രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു, ഞാൻ വളരെ സമ്പന്നനായി വീരനായി ഒരു യോദ്ധാവായി ഒരു രാജാവായി മരിച്ചുവെങ്കിലും മരിച്ച് കടന്നു പോകുമ്പോൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മറ്റുള്ളവർ അറിയണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്, നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല എങ്കിൽ മടങ്ങിപ്പോകുമ്പോൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ആ ചിന്തയോടെ വേണം ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുവാൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു താൻ ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യന് ആ വർഷത്തിൽ അവന്റെ കൃഷിയെല്ലാം സമൃദ്ധിയായിട്ട് വർദ്ധിച്ച് അതിൽ നിന്ന് നല്ല വിളവ് കിട്ടാനിടയായി. അവൻ പുതിയ ശാലകൾ ഉണ്ടാക്കി തൻ്റെ കൃഷിയുടെ സമ്പാദ്യമെല്ലാം അതിനകത്ത് കൂട്ടിവെച്ചു. എന്നിട്ട് അവൻ എന്താ ചെയ്തെന്നറിയാമോ? തിന്നുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് അവനിങ്ങനെ ജീവിക്കാനായിട്ടിടയാണ്. ലോകക്കാർ വേണമെങ്കിൽ പറയും, ഓ ഇവനെത്ര ബുദ്ധിയുള്ള മനുഷ്യനാ, ഇവനെത്ര ഭാഗ്യവാനല്ലേ, അവനെ ലോകം മാനിച്ച് പല പേരുകൾ വിളിച്ചെന്ന് വരും. പക്ഷെ ഇവന്റെ ഈ ജീവിതം കണ്ടിട്ട് ഉന്നതത്തിലിരിക്കുന്ന ദൈവം അവനെ വിളിച്ചു എന്തുവാ? മൂടാ എന്നാ, മൂടാ, നീ ഇന്ന് രാത്രി മരിച്ചാൽ നീ എന്ത് ചെയ്യും? കാരണം അവനൊരു ദൈവിക ബോധമില്ലാത്ത മനുഷ്യനായിരുന്നു. ദൈവത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല. അവനേറിയ മുതലുണ്ടായത് അത് സത്യമാണ്. പക്ഷേ ദൈവത്തെ അവൻ ഓർത്തില്ല, ദൈവജനത്തെ അവൻ ഓർത്തില്ല, നാളെ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചില്ല. ആ ഒരു ഭാഗം കൂടെ നാം ഇതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതിനകത്തുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഓർക്കണം, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിൽ ഉരുവായപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണവഴിയായി പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ആ ചിന്തയാണ് നമ്മളെ എല്ലാവരെയും ഭരിക്കേണ്ടത്.
ഇവിടെ 8-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. നോക്കിക്കേ, വിശ്വാസികളോട് തിമോത്തിയോസ് ഉപദേശിക്കുവാനായിട്ട് പറയുകയാണ്, നീ പറയണം ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി, അല്ലെ? അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്നാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജീവസന്ധാരണത്തിന് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം നമുക്ക് വേണം, അല്ലേ? ഓരോ ദിവസവും ആവശ്യമായിരിക്കുന്ന ഭക്ഷണം ഉണ്ണാൻ ഉള്ള വക വേണം. ഉടുക്കാനുള്ളത് നമുക്ക് വേണം. ഉടുക്കുക എന്ന് പറഞ്ഞാൽ മൂലപദത്തിൽ വസ്ത്രത്തെക്കുറിച്ച് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പാർപ്പിടവും അതിനോടുള്ള ബന്ധത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഉണ്ടെങ്കിൽ അത് മതി എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ആഗ്രഹത്തെ ദൈവമോ ദൈവവചനമോ എന്ത് ചെയ്യുന്നില്ല? നിഷേധിക്കുന്നില്ല. പക്ഷേ അത് ദൈവം തരും എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 25 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് പറയുന്ന പല കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ആകാശത്തിലെ പറവകളെ നോക്കിയാൽ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. പക്ഷേ സ്വർഗസ്ഥനായിരിക്കുന്ന ദൈവം അവയ്ക്ക് വേണ്ടി കരുതുന്നവനാണെങ്കിൽ ആ പറവജാതിയേക്കാൾ വിശേഷതയുള്ള ദൈവമക്കളുടെ കാര്യം ദൈവം കരുതാതിരിക്കുമോ എന്നാണ് അവിടുത്തെ ആശയം. ദൈവത്തിന്റെ സൃഷ്ടിവർഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ആകാശത്തിലെ പറവകൾക്ക് പോലും നമ്മുടെ ദൈവം തക്ക സമയത്ത് അതിനാവശ്യമായ ഭക്ഷണം കരുതുന്ന ദൈവമാണെങ്കിൽ, ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ പക്ഷികളെക്കാൾ നമ്മൾ ആരാണ്? വിശേഷതയുള്ളവരാണ്. ആ വിശേഷതയുള്ള ദൈവജനത്തെ, ദൈവവൈതലിനെ ദൈവം ഒരിക്കലും മറക്കുന്ന ദൈവമല്ല. നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്ന ദൈവമാണ്? കരുതുന്ന ദൈവമാണ് എന്ന് അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ധനത്തിന് വേണ്ടിയുള്ള ആശ അരുത് എന്നാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നതിന്റെ അർത്ഥം. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവനെ കുറിച്ചുള്ള കാര്യമാണ് 9-ാം വാക്യത്തിൽ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. അപ്പോൾ ധനമോഹങ്ങൾ ഉണ്ടായാൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പൗലോസ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവൻ പ്രലോഭനങ്ങളിലും കണിയിലും എന്ത് ചെയ്യും? അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അവൻ നാശത്തിലേക്ക് തള്ളപ്പെട്ടവനായി തീരുവാനായിട്ടിടയാകും. ബുദ്ധിശൂന്യവും ഉപദ്രവകരവുമായ നിരവധി വ്യാമോഹങ്ങളിലും അകപ്പെടുവാനായിട്ടിടയാകുമെന്നാണ് പുതിയ അതിന്റെ തർജ്ജമയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ധനമോഹം ജീവിതത്തിൽ സംഭവിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അവൻ നാശത്തിന് അടിമയായി തീരും. മാത്രമല്ല പ്രലോഭനങ്ങളിലും കണിയിലും അവൻ എന്ത് ചെയ്യും? അകപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പൗലോസ് ഇവിടെ മുന്നറിയിപ്പ് നൽകി തിമോത്തിയോസിനെ ആ കാര്യം
പ്രത്യേകാൽ എഴുത്തിൽ കൂടെ അറിയിക്കുകയാണ്. അത് മാത്രമല്ല, 10-ാം വാക്യത്തിൽ പറയുകയാണ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നതായ ആ വസ്തുത അതെന്ത് ചെയ്യും? സകലവിധമായ ദോഷത്തിനും വഴിയൊരുക്കുമെന്ന് നമ്മളും അറിയേണ്ടതാണ്. സകലവിധമാകുന്ന തിന്മകളുടെയും സ്ഥാനമാണ്, ഉത്ഭവ സ്ഥാനമാണ് ഏത്? ദ്രവ്യാഗ്രഹം. ദ്രവ്യാഗ്രഹം അത് ആഗ്രഹിച്ചാൽ ദരിദ്രന്റെ ഏക പെൺകുഞ്ഞാടിനെ മോഷ്ടിക്കാൻ അനവധി ആടുള്ള ധനവാനെ അതെന്ത് ചെയ്യും? പ്രേരിപ്പിക്കും എന്ന് മറന്നു പോകരുത്. അത് മാത്രമല്ല, ധനികനായിരിക്കുന്ന യുവാവിന് യേശുവിനെ പിൻപറ്റുവാൻ കഴിയാതെ അവൻ എന്ത് ചെയ്യും? അകന്നു പോകുവാൻ അത് കാരണമായി തീരും. തീർന്നില്ല, കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനും ആത്മഹത്യ ചെയ്യുവാനും ഒക്കെ അത് വഴിതെളിക്കും. അപ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണെന്ന് പറയുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് ഈ വാക്കുകളിൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നത്. തീർന്നില്ല, ചിലരെന്ത് ചെയ്യും? വിശ്വാസം വിട്ടുപോകും. ഇതെല്ലാം ദ്രവ്യാഗ്രഹത്തിന്റെ അനന്തര ഫലമാണെന്ന് നാം മനസ്സിലാക്കണം. അപ്പം ദ്രവ്യാഗ്രഹം ഒരിക്കലും ഒരു ദൈവപൈതലിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാന് പാടില്ല. നമുക്കറിയാം, ഏലീശയുടെ ശിഷ്യനായിരുന്ന ഗേഹസിക്ക് സംഭവിച്ചതായിരിക്കുന്ന ദോഷവശം നമുക്കറിയാം. ഏലീശയുടെ ശിഷ്യൻ കുഷ്ഠരോഗം സൗഖ്യമാക്കിയ ആരാം രാജാവിന്റെ സേനാധിപന്റെ പുറകെ പോയത് മുഖാന്തരം ആ ഏലീശയുടെ ശിഷ്യൻ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ അത് കാരണമായി തീരുവാനിടയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഗേഹസി കുഷ്ഠരോഗിയായിരുന്നു. ആ കുഷ്ഠരോഗം പ്രവാചകൻ മുഖാന്തരം ദൈവം മാറ്റാനിടയാണ്. അവന് സൗഖ്യം പ്രാപിച്ചു. പക്ഷേ ദ്രവ്യാഗ്രഹത്തിന്റെ പുറകെ ഓടിയതായിരിക്കുന്ന ആ പ്രവാചകന്റെ ശിഷ്യന് ഗേഹസിയിൽ നിന്ന് വിട്ടുമാറി കുഷ്ഠം അവനെ ബാധിച്ചു. ചോദ്യം ഇതാണ്, ഈ രോഗം, ഈ കുഷ്ഠം ആര് മാറ്റി? നിങ്ങൾ തന്നെ ചിന്തിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ഗേഹസിയുടെ കുഷ്ഠം പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ചത് മുഖാന്തരം അത് മാറി. പക്ഷേ ആ കുഷ്ഠം ഇപ്പോൾ ആർക്ക് വന്നിരിക്കുകയാണ്? ഏലീശയുടെ ശിഷ്യന് വന്നിരിക്കുക. ഈ കുഷ്ഠം ആര് മാറ്റുമെന്ന എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇതാരെ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നതല്ല. കാരണം ദ്രവ്യാഗ്രഹമാണ് അതിന്റെ കാരണം. കർത്താവിനോടൊപ്പം സഞ്ചരിച്ച ശുശ്രൂഷകളിലെല്ലാം സംബന്ധിച്ച വ്യക്തിയാണ് ആര്? യൂദ. അവന് സംഭവിച്ചത് ഇതാണ്. അവൻ നിത്യനാശത്തിന് അവൻ യോഗ്യനായി തീർന്നു. ഇല്ലേ? അനന്യാസും സപ്പീറയ്ക്കും സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദ്രവ്യാഗ്രഹം പലവിധ ദോഷത്തിനും മൂലമല്ലോ, ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന്
ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നതായ വാക്യം എത്രയോ അർത്ഥവത്താണെന്ന് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. നമുക്ക് മുൻപോട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അടിമയായി തീരുവാനായി ഇടയാകരുത്. ഇവിടുത്തെ ഒരു പ്രത്യേക വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം എന്ത് ചെയ്തു? വിട്ടുഴന്നു. വിശ്വാസം വിട്ടുഴന്നു, ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. അപ്പം ഈ ലേഖന ഭാഗങ്ങളിലെല്ലാം കൂടെ വിശ്വാസത്തിന് വളരെ പ്രാധാന്യത കൊടുത്ത് എടുത്തെഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം വിശ്വാസത്തിന് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ആ വിശ്വാസം എന്ന വാക്കിനോടുള്ള ബന്ധത്തിൽ അത് തെളിയിക്കുന്ന ചില പദപ്രയോഗങ്ങൾ ഞാൻ ചിലത് പറയാം, നിങ്ങൾ അത് നോട്ട് ചെയ്യണം. വിശ്വാസം വിട്ടുമാറി, ഒന്നിന്റെ 5-6 വാക്യം. 1 തിമോഥെയോസ് 1:5-6 വാക്യം. വിശ്വാസം വിട്ടുമാറി. അടുത്തത് വിശ്വാസം ത്യജിച്ചു അല്ലെങ്കിൽ ത്യജിക്കും. 4:1. 1 തിമോഥെയോസ് 4:1. അടുത്ത പ്രയോഗം വിശ്വാസം മറിച്ചു കളഞ്ഞു. 2 തിമോഥെയോസ് 2:18. വിശ്വാസം മറിച്ചു കളഞ്ഞു. 2 തിമോഥെയോസ് 2:18. അടുത്തത് വിശ്വാസ കപ്പൽ തകർന്നു. 1:19. വിശ്വാസ കപ്പൽ തകർന്നു. അടുത്ത പ്രയോഗം വിശ്വാസം തള്ളിക്കളഞ്ഞു. അഞ്ചിന്റെ 8, 12. 5-ന്റെ 8-ഉം 12. അടുത്തത് വിശ്വാസം വിട്ടുകളഞ്ഞു. 6:21. അപ്പോൾ അനേകർ എന്ത് ചെയ്തു? വിശ്വാസം വിട്ടുകളഞ്ഞു. ചിലര് വിശ്വാസം ത്യജിച്ചു, ചിലര് വിശ്വാസം മറിച്ചു കളഞ്ഞു. വിശ്വാസ കപ്പൽ തകർന്നു പോയി, വിശ്വാസം തള്ളിക്കളഞ്ഞു, വിശ്വാസത്തിൽ അത് തെറ്റിപ്പോയി. ഈ ഭാഗങ്ങളെല്ലാം എഴുതിയ പൗലോസിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം എഴുതി വന്നപ്പോൾ പൗലോസ് എഴുതി എന്താണ്? ഞാൻ നല്ല പോർ പൊരുതു, പിന്നെ വിശ്വാസം കാത്തു. കണ്ടോ? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആ ഭാഗത്ത് വളരെ ധൈര്യത്തോടെ തന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവസാനം പറയുകയാണ്, ഞാൻ വിശ്വാസം കാത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതാന്ത്യത്തിൽ അങ്ങനെ പറയുവാനായിട്ടിടയായാൽ എത്രയോ ശ്രേഷ്ഠകരമായ ഒരു വാക്കായിരിക്കും അത്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും തീരുമാനിക്കുകയും ചെയ്യണം.
എന്താണ്? വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനായിട്ടുള്ള കൃപ നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയാകും. നാം ആരും വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ ഇടയാകാതെ നാം എല്ലാവരും വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കുവാൻ ഇടയാകും. അബ്രഹാമിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ വിശ്വാസത്താൽ പുറപ്പെട്ടു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെയാണ് അബ്രഹാമിനെ കുറിച്ച് കാണാൻ കഴിയും. പലരെ സംബന്ധിച്ചും വളരെ ദുഃഖത്തോടെ പറയേണ്ടതായിട്ടുണ്ട്. പലരും വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, വിശ്വാസത്തിൽ ജീവിച്ചുവെങ്കിലും അവരുടെ അവസാനം വിശ്വാസത്തിലായിരുന്നില്ല. നാം ഈ ലേഖനം പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളോട് തന്നെ നാമും പറയണം, ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ നിൽക്കുവാൻ കർത്താവെ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയാകണം. ഒരു നല്ല വിശ്വാസിയായിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് നമുക്ക് കടന്നു പോകുവാൻ എന്നുള്ള കാര്യം ഞാൻ പ്രത്യേക ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മുൻപോട്ട് ചിന്തിക്കാം. അടുത്ത വാക്യം 6-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളാണ്. 11-12 വാക്യങ്ങൾ. 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കൽപ്പന എന്താണെന്ന് ആ ഭാഗം പൊതുവിൽ നമുക്ക് കാണുവാൻ കഴിയും. 6-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ മനുഷ്യനോടുള്ളതായിരിക്കുന്ന കൽപ്പന ആണ് പൊതുവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 11-12 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ വിട്ടോടുക, പിന്തുടരുക, പോർവരുതുക, ഈ 3 വിഷയങ്ങളാണ് ആ 2 വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. വായിക്കാമോ 11-12 വാക്യങ്ങൾ പ്ലീസ്? നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. മതി. ഇവിടെ 3 പ്രത്യേക വാക്കുകൾ ഈ 2 വാക്യങ്ങളിൽ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട്. 1 വിട്ടോടുക, 2 പിന്തുടരുക, 3 പോർപൊരുതുക. ഈ 3 വാക്കുകളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ചില കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവയെ വിട്ടോടി ചില കാര്യങ്ങളെ നീ പിന്തുടരുകയും നീ പോർപൊരുതുകയും വേണമെന്ന് പൗലോസ് 2 വാക്യങ്ങളിലൂടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന തിമോത്തിയോസിനെ ഇവിടെ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്? ദൈവത്തിന്റെ മനുഷ്യൻ. ഉണ്ടോ? ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന നല്ല പേരുകളൊക്കെ ലഭിക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല പേരൊക്കെ ലഭിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ പേര് കളയാൻ ഒരൊറ്റ നിമിഷം മതി, അല്ലേ? എത്ര നാളുകൾ ശ്രദ്ധിച്ച് ജീവിച്ചാലാണ് ഒരു നല്ല പേര് കിട്ടുന്നത്. പക്ഷെ ആ പേര് കളയാൻ ഒരൊറ്റ നിമിഷം മതി. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ എന്നാണ് തിമോത്തിയോസിനെ പൗലോസ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ മനുഷ്യനായിരിക്കുന്ന നീ എന്ത് ചെയ്യണം? ചിലതിനെ എന്ത് ചെയ്യണം?
വിട്ടോടേണ്ടത് ആവശ്യമാണ്, വിട്ടുകളയേണ്ടത് ആവശ്യമാണ്. ആ വിട്ടുകളയേണ്ടത് എന്തൊക്കെയാണെന്ന് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചിട്ട് മുൻപോട്ട് നീങ്ങാം. വിട്ടോടേണ്ടവ ഒന്ന്, ഈ ഭാഗത്ത് പറയാത്തതായ പല കാര്യങ്ങളും കൂടെ ചേർത്താണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ദുർനടപ്പ് വിട്ടോടണം. ദുർനടപ്പ് വിട്ടോടണം. 1 കൊരിന്ത്യർ 6:18. Korinthiyർ 6:18. ദുർനടപ്പ് വിട്ടോടണം. അടുത്തത് വിഗ്രഹാരാധന വിട്ടോടണം. വിഗ്രഹാരാധന വിട്ടോടണം. 1 കൊരിന്ത്യർ 10:14. 1 കൊരിന്ത്യർ 10:14. യൗവന മോഹങ്ങൾ വിട്ടുപെടണം. 2 തിമോത്തിയോസ് 2:22. അടുത്തത് ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ടോടണം. എബ്രായർ 12:1. അപ്പോൾ ഇവയെല്ലാം എന്ത് ചെയ്യേണ്ടതാണ്? വിട്ട് ഓടേണ്ടതാണ്. വിട്ടോടണം. ഈ കോട്ടയം, ചങ്ങനാശ്ശേരി, ആലപ്പുഴ ഈ ഭാഗത്തൊക്കെ പോയവർക്കറിയാം, അവിടെ വിശാലമായി കിടക്കുന്ന കായലുണ്ട്. കായൽ. ഈ കായലിന്റെ 2 സൈഡിലൊക്കെ നിൽക്കുന്ന വൃക്ഷത്തിലെ ഫലങ്ങൾ പഴുത്ത് വീഴുന്നത് എങ്ങോട്ടാണെന്നറിയാം? ഈ കായലിലേക്കാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഈ പഴുത്ത ഫലങ്ങൾ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഈ കായൽ വഴി ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ്. കോട്ടയത്തു നിന്ന് ആലപ്പുഴയ്ക്കൊക്കെ പോകുന്ന ബോട്ടുകൾ സഞ്ചരിക്കുന്ന കായലാണ്. അപ്പൊ ഓർഡിനറി ബോട്ടൊക്കെ പോകുമ്പോൾ ഈ പഴുത്ത് വീണ വൃക്ഷഫലങ്ങളൊക്കെ കുറച്ചു ദൂരം ബോട്ടിന്റെ പുറകെ പോകും. ഇപ്പൊ ഈ വൃക്ഷഫലത്തോട് നമുക്ക് ചോദിക്കാം, എവിടെ പോവാന്ന് ചോദിച്ചാൽ പറയും ആലപ്പുഴയ്ക്ക് പോവാന്ന് പറയും. ഇങ്ങനെ പോകുന്ന പോക്കില്ലേ. പക്ഷെ ബോട്ട് പോയി അതിന്റെ ഓളവും തിരമാലയൊക്കെ കുറയുമ്പോൾ കുറച്ചുകൂടെ മാറി അവിടെ പിന്നെ കിടക്കുക, പിന്നെ അവിടെ തന്നെ കിടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫാസ്റ്റ് ബോട്ട് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്നത്. അന്നേരം ഉണ്ട് അങ്ങോട്ട് പോയ ഈ ഫലങ്ങളെല്ലാം തിരിച്ചിങ്ങോട്ട് കുറച്ചുകൂടെ സ്പീഡിൽ പോകും. ഇപ്പൊ ചോദിച്ച് എവിടെ പോവാന്ന് ചോദിച്ചാൽ പറയും കോട്ടയം വരെ പോവാന്ന് പറയും. മുമ്പേ പറഞ്ഞ് അങ്ങോട്ട് പോവാന്നാ, ആലപ്പുഴയ്ക്ക്. ഇപ്പൊ ചോദിച്ചാൽ പറയും കോട്ടയത്തോട്ട് പോവാ. ബോട്ട് കോട്ടയത്തിൽ എന്നു, പക്ഷേ ഈ പുറകെ പോയ ഫലങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഓളം വരുമ്പോഴുള്ള പോക്കേ ഉള്ളു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സൂപ്പർ ഫാസ്റ്റ് ബോട്ട് കോട്ടയത്തു നിന്ന് അതിശീഘ്രം ആലപ്പുഴയ്ക്ക് പോവുക. ഇപ്പൊ ചോദിച്ചാൽ പറയും നേരമില്ല ഇപ്പൊ പറയാൻ, അത്ര സ്പീഡിലാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത്, ആലപ്പുഴയ്ക്ക്. ചുരുക്കി പറഞ്ഞാൽ കോട്ടയം വിടത്തുമില്ല, ആലപ്പുഴ എത്തത്തുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം നിത്യസന്നിധിയിൽ ദൈവരാജ്യത്തിൽ നിത്യതയിൽ എത്തുക എന്നുള്ളതാണ്.
ആ ലക്ഷ്യത്തെ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യം നമുക്കില്ല പ്രിയപ്പെട്ടവരെ. നമുക്കെല്ലാവർക്കും അവിടെ ചെന്നെത്തുവാനിടയാണ്. ആരും കൈവിടപ്പെട്ടു പോകുവാനിടയാകരുത്. ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനായിട്ടിടയാണ്. അപ്പോൾ ഇവിടെ വിട്ടോടേണ്ടതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അവസാനം എന്താ പറഞ്ഞപ്പ? ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വിട്ടോടണം, അതിനെ വിടണം. ഈ കോഴഞ്ചേരി ഭാഗത്തൂടൊക്കെയാണ് പമ്പാ നദി ഒഴുകി പോകുന്നത്. പമ്പാ നദി. അപ്പം ഇവിടെ ഈ മഴക്കാലമായി വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ വനത്തിലൊക്കെ വെട്ടിയിട്ടിരുന്ന പല തടികളും ആ വെള്ളപ്പൊക്കത്തിനൊഴുകി ഇങ്ങനെ പമ്പയാറ്റി കൂടെ പോകും. അപ്പം നല്ല വശവും നല്ല പരിചയമുള്ളതായ ആൾക്കാർ വെള്ളത്തിൽ ഇടിച്ചു ചാടി ഈ വിലപ്പിടിപ്പുള്ളതായ തടികളൊക്കെ പിടിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട് ഈ ഭാഗങ്ങളിൽ. അങ്ങനെ കുറച്ചുപേര് കൂടി ഒരു വർഷത്തിൽ ഇങ്ങനെ എടുത്തു ചാടി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു കമ്പിളിക്കെട്ട് പോലെ കറുത്ത ഒരു സാധനം ഒഴുകി വന്നു. അതിനകത്ത് കയറി ഒരാൾ പിടിച്ചു. ഇദ്ദേഹം പിടിച്ചത് കൂടാതെ അതും ആ വന്ന സാധനവും ഇദ്ദേഹത്തെ പിടിക്കാനിടയായി. എന്നിട്ട് ഇങ്ങനെ ഉണ്ടപ്പിടുത്തം നടത്തി താഴോട്ട് ഒഴുകി പോകുക. അപ്പൊ കരയിൽ നിന്ന അദ്ദേഹത്തിന്റെ അളിയൻ വിളിച്ചു പറഞ്ഞു, അളിയാ അതങ്ങ് വിട്ടേരെ, വിട്ടിട്ട് ഇനി നീന്തി പോരാൻ പറഞ്ഞു. അപ്പം താഴോട്ട് ഒഴുകി പോകുന്ന അളിയൻ പറഞ്ഞു, ഞാൻ എപ്പോഴേ വിട്ടതാ, പക്ഷെ എന്നെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. അവിടെ നിന്നാണ്ട് ഒഴുകി വന്ന ഒരു കരിമ്പുലിയെ കയറിയാ പിടിച്ചത്. അതിനെ പിടിച്ചാൽ അത് വിടുവോ? ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നാം വിടേണ്ടതിനെ വിടേണ്ട സമയത്ത് വിട്ടു പുറപ്പെടേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ നിത്യതയിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. മാത്രമല്ല, പിന്തുടരേണ്ടതായ പല കാര്യങ്ങളുണ്ട്. വിടേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. പിന്തുടരേണ്ട കാര്യങ്ങൾ എന്തല്ല, അതിനെ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പിന്തുടരേണ്ട കാര്യങ്ങൾ. ക്രിസ്തുവിന്റെ കാൽ ചുവട് പിന്തുടരണം. 1 പത്രോസ് 2:21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പോൾ പിന്തുടരേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തുവിന്റെ കാൽ ചുവട് പിന്തുടരണം. വാക്യങ്ങളെല്ലാം എടുത്ത് വായിക്കാൻ സമയമില്ലല്ലോ. നിങ്ങൾ വാക്യങ്ങൾ ഞാൻ പറയുന്നത് നോട്ട് ചെയ്താൽ. നമ്മെ നടത്തിയതായ നടത്തിപ്പുകാരുടെ വിശ്വാസം പിന്തുടരണം. നടത്തിപ്പുകാരുടെ വിശ്വാസം പിന്തുടരണം. ഹെബ്രായർ 13:7. ഹെബ്രായർ 13:7. അടുത്തത് നീതിയെ പിന്തുടരണം. നീതി. ആവർത്തനം 16:20, യെശയ്യാവ് 51:1.
ആവർത്തനം 16:20, യെശയ്യാവ് 51:1. ഇവിടെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ പിന്തുടരേണ്ടത്? ഭക്തി, വിശ്വാസം, സ്നേഹം, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, സമാധാനം. ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, സമാധാനം. 1 തിമോഥെയോസ് 6:11. അപ്പോൾ വിടേണ്ടവയെ വിടുകയും പിന്തുടരേണ്ടവയെ പിന്തുടരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, എന്താ പറഞ്ഞത്? വിട്ടു പുറപ്പെടണം, വിടേണ്ടതിനെ വിട്ടിട്ട് വേണം പുറപ്പെടുവാൻ. അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. എന്നിട്ട് 12-ാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതായ 3 വാക്കുകളുണ്ടല്ലോ, ഏതൊക്കെയാണ്? വിട്ടോടുക, പിന്തുടരുക, പോർ പൊരുതുക. അതിൽ 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. വിട്ടോടേണ്ടവയും പിന്തുടരേണ്ടവയും ഏതൊക്കെ. എന്നാൽ അടുത്തതായിട്ട് 12-ാം വാക്യത്തിൽ പറയുകയാണ് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക. എന്ന് പറഞ്ഞാൽ തിമോഥെയോസിനോട് പറയുകയാണ്, വിശ്വാസത്തിന്റെ ഇന്ന് യുദ്ധം നീ ചെയ്യണം, ഈ പോര് പൊരുതിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് പറയുകയാണ് നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. അപ്പോൾ ഇവിടെ നാം മുറുകെ പിടിച്ചുകൊള്ളേണ്ട അല്ലെങ്കിൽ പിടിച്ചുകൊള്ളേണ്ടതായിരിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ച വാക്കുകൾ കൂടാതെ വിട്ടോടുക, പിന്തുടരുക, ഓർമ്മരുതുക, ഈ വാക്കുകൾ കൂടാതെ നാം പിടിച്ചുകൊള്ളേണ്ടതായ പല കാര്യങ്ങളും ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുകയാണ്. നാം മുറുകെ പിടിക്കേണ്ട അല്ലെങ്കിൽ പിടിച്ചുകൊള്ളേണ്ടതായ ചില കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കണം. ക്രിസ്തുവാകുന്ന തലയെ പിടിച്ചുകൊള്ളണം. കൊലോസ്യർ 2:18. അടുത്തത്, ഉപദേശിച്ച് തന്ന പ്രമാണങ്ങൾ മുറുകെ പിടിക്കണം അല്ലെങ്കിൽ പിടിച്ചുകൊള്ളണം. ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ പിടിച്ചുകൊള്ളണം. 2 തെസ്സലോനിക്കർ 2:15. അടുത്തത്, പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും പിടിച്ചുകൊള്ളണം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും പിടിച്ചുകൊള്ളണം. എബ്രായർ 3:6.
ആദ്യ വിശ്വാസം മുറുകെ പിടിച്ചോളണം. ആദ്യ വിശ്വാസം മുറുകെ പിടിക്കണം. എബ്രായർ 3:14. എബ്രായർ 3:14. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കണം. പ്രത്യാശയുടെ സ്വീകാര്യം. എബ്രായർ 10:23. വിശ്വാസ്യ വചനം മുറുകെ പിടിക്കണം. വിശ്വാസ്യ വചനം മുറുകെ പിടിക്കണം. വിശ്വാസ്യ വചനം മുറുകെ പിടിക്കണം. തീത്തോസ് 1:9. നിത്യജീവൻ മുറുകെ പിടിക്കണം. അതാണ് നമ്മൾ ചിന്തിച്ചത്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ അതാണ് വായിച്ചത്. നിത്യജീവൻ മുറുകെ പിടിക്കണം. 1 തിമോഥെയോസ് 6:12. 1 തിമോഥെയോസ് 6:12. നിന്റെ കിരീടം മുറുകെ പിടിക്കണം. നിന്റെ കിരീടം. വെളിപ്പാട് 3:11. നിന്റെ കിരീടം. അടുത്തതായിട്ട് പൗലോസ് തിമോഥെയോസിനോട് വളരെ ഗൗരവമായി പറയുന്ന ചില കാര്യങ്ങളാണ് 13-14 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ. 13-14 വാക്യം. നിഷ്കളങ്കനും നിരപവാദിനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. മതി. അപ്പോൾ പൗലോസ് പറയുകയാണ്, നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. എന്നിട്ട് അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുവാനായിട്ട് പൗലോസ് പറയുകയാണ്, എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഇവിടെ ഗൗരവമായി പൗലോസ് പറയുകയാണ്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകും വരെ നീ കൽപ്പന നിർമ്മലമായും നിരാക്ഷേപമായും പാലിക്കുക എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ തർജ്ജിമ. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. പൗലോസ് പറയുന്നതായിരിക്കുന്ന ഈ കൽപ്പന തിമോഥെയോസ് പാലിക്കേണ്ടതാണ്.
എന്താ കാരണം? അവൻ തന്റെ ജീവനെ ഭയപ്പെടരുത്. ജീവദായകനും ജീവസംരക്ഷകനുമായ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഈ ആജ്ഞ പൗലോസ് തിമോഥെയോസിന് നൽകുന്നത്. അതുകൊണ്ട് ഈ കൽപ്പന തിമോഥെയോസ് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാരണം, സത്യത്തിന്റെ ശത്രുവിന്റെ മുമ്പിൽ സാക്ഷി പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു ചെയ്തത് തിമോഥെയോസ് ഓർക്കണം. എന്താണ് ഓർക്കാനുള്ളത്? പീലാത്തോസിന്റെ മുമ്പിൽ വാക്കിനാലും പ്രവൃത്തിയാലും നല്ല ഏറ്റുപറച്ചിൽ കർത്താവ് നടത്തുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു നോക്കിയ പൗലോസ് കൊടുത്തതായിരിക്കുന്ന ഈ കൽപ്പന തിമോഥെയോസ് അത് നിവർത്തിപ്പാൻ അവൻ ബാധ്യസ്ഥനാണ് എന്ന കാര്യമാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. അതിന്റെ 15-16 വാക്യങ്ങൾ വളരെ മനോഹരമായ ഒരു വാക്യമാണ്. ആ വാക്യം കൂടെ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാം. വേഗം വായിച്ചാലേ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്തതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. എത്ര വളരെ മനോഹരമായ ഒരു വാക്യമാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വിശേഷതകൾ അതിനകത്ത് കാണാൻ കഴിയും. ഒന്ന്, നമ്മുടെ കർത്താവ് ആരാണ്? ധന്യനായ ഏകാധിപതിയാണ്. ധന്യനായ ഏകാധിപതി. അതൊന്നുകൂടെ എഴുതിക്കോ. ധന്യനായ ഏകാധിപതിയാണ് നമ്മുടെ കർത്താവിന്റെ 3-4 വിശേഷതയാണ്. ധന്യനായ ഏകാധിപതിയാണ് നമ്മുടെ കർത്താവ്. ആവർത്തനം 6:4 ആ വാക്യം എഴുതിക്കുക. ആവർത്തനം 6:4. നമ്മുടെ കർത്താവ് ധന്യനായ ഏകാധിപതിയാണ്. ആവർത്തനം 6:4. 41-ാം സങ്കീർത്തനം 13-ാം വാക്യം. അടുത്തത് നമ്മുടെ കർത്താവ് ആരാണ്? രാജാതിരാജാവും കർത്താവുമാണ്. 2, രാജാതിരാജാവും കർത്താവുമാണ് നമ്മുടെ കർത്താവ്. വെളിപ്പാട് 17:14, 19:16. വെളിപ്പാട് 17:14, 19:16. രാജാതിരാജാവും കർത്താവും. ദാനിയേൽ 2:37. ആവർത്തനം 10:17. കർത്താവിന്റെ അടുത്ത പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. അമർത്യതയുള്ളവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, മരണമില്ലാത്തവരാണ് കർത്താവ്. സങ്കീർത്തനം 36:9. യെശയ്യാവ് 40:28. ദാനിയേൽ 4:34. അടുത്തതായിട്ട് കർത്താവിന്റെ പ്രത്യേകത എന്താണ്? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. എത്ര നല്ല ഗുണങ്ങളാണ് കർത്താവിനുള്ളതല്ലേ. മറ്റൊരു ദൈവത്തിനും അങ്ങനെയുള്ള പ്രത്യേകതയില്ല. നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ ഈ പ്രത്യേകത. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. പുറപ്പാട് 24:17,
34:35. പുറപ്പാട് 24:17, പുറപ്പാട് 34:35. അടുത്ത പ്രത്യേകത എന്താണ്? മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാണ് നമ്മുടെ കർത്താവ്. മനുഷ്യർ ആരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനും. പുറപ്പാട് 32:20, ആവർത്തനം 4:12, അപ്പോൾ വലിയ പ്രത്യേകതയാണ് നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. 1 തിമോഥെയോസിന്റെ ലേഖനം 6